തുടങ്ങാം നമുക്കേ. അപ്പോൾ നിങ്ങൾ സംസാരിക്കണം കേട്ടോ, മിണ്ടാതിരിക്കാൻ. നിങ്ങളെന്തെങ്കിലും സംസാരിക്കണമെന്ന് ഇപ്പോഴല്ല, ആവശ്യം വരുമ്പോൾ. ശരി, തുടങ്ങാം. ഈ പറഞ്ഞേക്ക് നിങ്ങൾ കേട്ടോ? ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ നിങ്ങളൊന്നും പറഞ്ഞിട്ട്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കാമോ? അത്രയും മതി. ഓ ശരി. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്കിപ്പോൾ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എൻ്റെ അക്കൗണ്ടിങ് പാർട്ട് കേട്ടോളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും എടുക്കണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ചോദ്യങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ക്ലാസ്സുകളിൽ ഞാൻ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചു പോയതാണ് എല്ലാം. അത് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ വളരെ വളരെ കഷ്ടമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ പരീക്ഷയുടെ തലേ ദിവസമാണോ അതിൻ്റെ തലേ ദിവസമാണോ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 3-4 ചോദ്യങ്ങൾ ആ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞ 4-5 ചോദ്യങ്ങൾ ആ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞ, അതിൽ 1-2 ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചതുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു പോയതുമാണ്. നിങ്ങളാരെങ്കിലും അതിനു മുമ്പേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെന്നോട് ചോദിച്ചിരുന്നു, അതിന് മറുപടി ഞാൻ പറഞ്ഞിരുന്നു. ചോദിച്ചയാൾ നിങ്ങളുമൊക്കെ അത് മനസ്സിലായെന്ന് പറയുകയും ചെയ്തു. ശരി, തുടങ്ങാം നമുക്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായി അവരുണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നാണ് അവരുണ്ടാക്കുന്ന അക്കൗണ്ട്. ഈ ക്ലാസ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞു പോവുകയില്ല, അതിന് ഞാൻ വേണമെന്നില്ല. നമ്മളതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. ശരി, ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവരുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മറ്റൊന്ന് ബാലൻസ് ഷീറ്റ്. അതിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു റിയൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിന് പകരം ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ്. Receipt and payment account contains all receipts and all payments made during the year in a summary form under appropriate heading. പറഞ്ഞിരുന്നു ഞാൻ. Income and expenditure account contains only revenue items relating to the period. Receipt and payment account, in the receipt and payment account, all receipts are debited and all payments are credited. In the income and expenditure account, all revenue expenditures relating to the period should be debited and the revenue incomes relating to the period should be credited. Then last,
The balance of receipt and payment account is cash in hand or cash balance. It will be shown on the asset side of the balance sheet. But the balance of income and expenditure account is either surplus or deficit. Whatever it may be, it should be transferred to the capital fund of the concern. അത് ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റണം. എന്താണ് ക്യാപിറ്റൽ ഫണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ചോദ്യം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ക്യാപിറ്റൽ, റവന്യൂ, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഡെഫേർഡ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. എന്താ പറയും നിങ്ങൾ? റവന്യൂ അല്ലേ? റവന്യൂ വേണമെങ്കിൽ കുറച്ചുകൂടെ അവർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ റവന്യൂ തരും, അടുത്തല്ല റവന്യൂ ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ പീരീഡ് എന്ന് തരും. അങ്ങനെയാണെങ്കിൽ അതാണ് ശരി. എന്തായാലും റവന്യൂ ഐറ്റമേ എടുക്കൂ. അതും ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ വർഷത്തെ റവന്യൂ മാത്രമേ ചോദിക്കുള്ളൂ. അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. ഇത് നിങ്ങൾ തെറ്റിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാവം കിട്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ. 2. മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ ബൈ ദി അക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു യൂസൻസ് ബില്ലാണെങ്കിൽ, ടൈം ബില്ലാണെങ്കിൽ അതിൻ്റെ പണം കൊടുക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഫ്യൂച്ചർ ഡേറ്റിലാണ്. ആ ഡേറ്റിന് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്നൊക്കെ പറയും. എന്നാൽ ഡ്രോയിയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ഹി ക്യാൻ ഓണർ ദ ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുമ്പ് ബിൽ ഓണർ ചെയ്യാം. ഡ്യൂ ഡേറ്റ് വരെ കാത്തിരിക്കണ്ട, കൊടുക്കാനുള്ള പണമല്ലേ, നേരത്തെ കൂട്ടി ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ മുൻകൂട്ടി പണം, അതായത് ഡ്യൂ ഡേറ്റിന് മുന്നേ ആ ബില്ലിൻ്റെ പണം കൊടുക്കുകയാണെങ്കിൽ ആ ബില്ല് റിട്ടയർ ചെയ്തു എന്ന് പറയും. അത് ഓണറിങ് ആണ്. ബിൽ ഓണറി എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ എമൗണ്ട് ബൈ ദ ഡ്രോയി എന്നാണ്. ഡ്രോയി ബില്ലിൻ്റെ പണം കൊടുക്കുന്നതാണ് ബിൽ ഓണർ ചെയ്യുക അല്ലെങ്കിൽ ബില്ല് മീറ്റ് ചെയ്യുക എന്ന് പറയും. അത് ഡ്യൂ ഡേറ്റിനോ അതിന് മുമ്പ് പണം കൊടുക്കണം. ഡ്യൂ ഡേറ്റിന് മുമ്പ് പണം കൊടുക്കുകയാണെങ്കിൽ അതിന് അങ്ങനെയാണെങ്കിലും അത് ഓണറിങ് ആണ്. അതിനെ നമ്മൾ റിട്ടയറിങ് എന്ന് പറയും. ഓണറിങ് ഓഫ് ബിൽ എമൗണ്ട് ഓർ പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ എമൗണ്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ഇറ്റ് ഈസ് കാൾഡ് റിട്ടയറിങ്. ബില്ല് റിട്ടയർ ചെയ്തു അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ ആ ബില്ലിൻ്റെ ഡ്രോയർ അല്ലെങ്കിൽ ഹോൾഡർ ഒരു കൺസെഷൻ അനുവദിച്ചു കൊടുക്കും ഡ്രോയിക്ക്. അതിനെ നമ്മൾ റിബേറ്റ് എന്ന് പറയും. അത് ഈ ഹോൾഡർ അല്ലെങ്കിൽ ഡ്രോയർക്ക് അതൊരു എക്സ്പെൻസാണ്. മറിച്ച് ഡ്രോയിക്ക് അതൊരു ഇൻകമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോഴിവിടെ നോക്കി, മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദി ബില്ല് ബൈ ദി അക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി ഈസ് കാൾഡ്. എന്താ പറയും മക്കളെ? റിട്ടയറിങ്. എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അഥവാ എഴുതിയിട്ടില്ലെങ്കിൽ പാവമാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷേ അടുത്ത തവണയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തോളൂ. ഇപ്പോഴല്ലെങ്കിൽ അടുത്ത തവണ ഇത് പൊട്ടിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. ഗുഡ്സ് പർച്ചേസ്ഡ് ₹1,000, 1 lakh. സെയിൽസ് ₹90,000. മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? അതായത് പർച്ചേസ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഫോർമുലയുണ്ട്. എഴുതി എൻ്റെ പൊച്ചം വന്നതാണ്. എങ്കിലും നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൽ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് മാർജിനും പറഞ്ഞിട്ടുണ്ട്. നോക്കുക, നേരത്തെ നമ്മൾ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞതേ ഉള്ളൂ. സെയിൽസ്, അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ കോസ്റ്റ്
അതായത് കോസ്റ്റ് ഇൻറ്റു 20/100, അതായത് സെയിൽസ് ഇൻറ്റു 20/120. കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 100-20 കാണുക, സെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 120-20 കാണുക. നമുക്കിവിടെ ഉള്ളത് സെയിൽസാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ 90,000. അപ്പോൾ എളുപ്പം പറഞ്ഞാണ് 90,000-ൻ്റെ 120, ഇത് ഒരു മാർഗമാണ് പറയുന്നത്. 120-20 എന്ന് പറയുമ്പോൾ 6-1 എത്ര വരും ഇവിടെ മക്കളെ? 15,000. അപ്പോൾ 15,000 രൂപ എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ്. സെയിൽസ് നിങ്ങൾക്കറിയാം, പ്രോഫിറ്റ് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിങ്ങോട്ട് പറഞ്ഞൊരു 10 മിനിറ്റ് ആയുള്ളൂ, അല്ലല്ല 10-40 മിനിറ്റായി. സെയിൽസിൽ നിന്ന് ഗ്രോസ് ഈ കിട്ടിയ പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയെങ്കിൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ചാൽ നമുക്ക് കോസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് അറിയാം, കോസ്റ്റ് എത്രയെന്നറിയാം, അല്ല ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുള്ളൂ? സെയിൽസിൽ പെട്ടെന്നാവട്ടെ, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 90,000. അതിനകത്ത് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ പറയുന്ന 15,000 കുറച്ചാൽ എത്ര കിട്ടും? അതവിടെ കിടന്നോട്ട്, അത് നോക്കണ്ട. സെയിൽസ് അറിയാലോ, പർച്ചേസ് അവിടെ കിടക്കട്ടില്ല, അതവിടെ കിടന്നോട്ടെ, നമ്മൾ അതിനകത്ത് തൊടണ്ട. സെയിൽസ് ഉണ്ടല്ലോ, ഉണ്ടോ? പ്രോഫിറ്റ് റേഷ്യോയും പറഞ്ഞിട്ടില്ലേ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 20%. കോസ്റ്റിൻ്റെ 20% എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 20/100, അതായത് സെയിൽസിൻ്റെ 20/80, സെയിൽസിൻ്റെ 20/120, സെയിൽസിൻ്റെ 20/120 എന്ന് പറയുന്നത് 15,000. ഈ 15,000 നിങ്ങൾ സെയിൽസിൽ നിന്ന് കുറയ്ക്കേ. അപ്പോൾ എന്ത് കിട്ടി? 75,000. എന്തുവാണ്? സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച ബാക്കി എന്തുവാ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയെങ്കിൽ ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാൻ പോവാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി. ഈ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ പുല്ല് വേണ്ട. പർച്ചേസ് ഉണ്ടോ? ഉണ്ട്. എത്ര പർച്ചേസ്? 1,00,000. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ? വേണ്ട, പുല്ല് പോട്ട്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? അത് തന്നെ. അപ്പോൾ അത് എക്സ് എന്നിരിക്കട്ടെ, ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച എത്ര? 75,000. അപ്പോൾ നോക്കി, 1,00,000 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 75,000. എടോ, ഈ മൈനസ് എക്സ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ 75,000 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എത്ര ആവും മക്കളെ? 25,000. അതായത് 1,00,000 മൈനസ് എത്ര? 75,000. 1,00,000 മൈനസ് 75,000 സമം എക്സ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നല്ലേ? എത്ര കിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക്? 25,000. ഇച്ചിരി സമയം മതി. ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി സമയം എടുത്തു എന്നേ ഉള്ളൂ. ഇച്ചിരി സമയം മതി. അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഉണ്ടാ? ഉണ്ട്. ഉത്തരം ഏത്? സി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല എത്ര തവണ ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, ഇല്ലേ? എന്തേ മിണ്ടാത്ത? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴൊക്കെ ഏതെല്ലാം ചോദ്യങ്ങളിൽ ഇത് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ
ആദ്യം കാര്യമായി പറഞ്ഞു, പിന്നെ അത് അല്പാൽപ്പമൊക്കെ പറഞ്ഞു പോയത്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക. പിടികിട്ടിയ നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന് ഈ കിടക്കുന്ന സാധനം എല്ലാം തന്നാലേ നിങ്ങളത് കണ്ടുപിടിക്കുമെന്ന് പറയണ്ട. പർച്ചേസ് ഉള്ളെങ്കിൽ പർച്ചേസ് ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ തട്ടിപ്പോരുത് കേട്ടോ. എവിടാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടോ, അതോ ഇതിന് പറയണോ? എന്തെങ്കിലും ഒന്ന് മിണ്ടെന്ന് മനസ്സിലായി സാർ. ശരി, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കി, അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദി ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ്. ബിസിനസ്സിൽ അസറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൈവശം വയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഏത് അസറ്റെന്ന് പറഞ്ഞിട്ടില്ല, ഫിക്സഡ് ആണോ കറണ്ട് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അസറ്റുകൾ എന്തിനാണ് നമ്മൾ കൈവശം വയ്ക്കുന്നത്? ഒന്ന് റീസെയിൽ. ഇത് കറക്റ്റ് അല്ലേ? ആപ്പിൾ കച്ചവടക്കാരൻ ആപ്പിൾ മേടിച്ചുകൊണ്ട് വരുന്ന അത് വെച്ച് അവിയൽ വെക്കാനാണ് ഇടയിൽ, വിൽക്കാനാണ്. അപ്പോൾ അസറ്റുകൾ അവൻ കൈവശം വെക്കുന്ന ഒന്ന് വിൽക്കാൻ. രണ്ട് കൺവേർഷൻ ഇൻറ്റു ക്യാഷ്, അതിനെ ക്യാഷാക്കി മാറ്റാൻ. രണ്ടും ഒന്നല്ലേ ഇടയിൽ, ആണോ? അടുത്തത് ഏണിംഗ് റവന്യൂ. ഫിക്സഡ് അസറ്റൊക്കെ ആണെങ്കിൽ അത് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അസറ്റുകൾ നമ്മൾ സൂക്ഷിക്കുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ടല്ലേ? വിൽക്കാനായിട്ടായിരിക്കാം, അതായത് അതിനെ കാശാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് റവന്യൂ ഉണ്ടാക്കാനായിരിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. അതിൽ ഏത് അസറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദി ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ് റീസെയിൽ ഓർ കൺവേർഷൻ ഇൻ ടു ക്യാഷ് ഓർ ഏണിംഗ് റവന്യൂ. എല്ലാം തന്നെയാണ്, എന്തിനു വേണമെങ്കിലും ആവാം. അത് ഫിക്സഡ് അസറ്റ് എന്നെങ്ങനെ പറയുകയാണെങ്കിൽ ഉത്തരം ഇതാണ്, ഏണിംഗ് റവന്യൂ. അതായത് ഇവിടെ അസറ്റ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫിക്സഡ് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏണിംഗ് റവന്യൂ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഉത്തരങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു കച്ചവടക്കാരൻ അവൻ എന്തിനാണ് അസറ്റുകൾ വാങ്ങിയത് അല്ലെങ്കിൽ വാങ്ങി സൂക്ഷിക്കുന്നത് ചോദിച്ചാൽ ഒന്ന് അത് വിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് കാശാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാനായിരിക്കാം. അല്ലാതെ ഇതൊന്നും അല്ലാതെ ഒരു പശുവിനെ എന്തിനാ വാങ്ങി? പശുവിനെ വാങ്ങിയത് ഒന്നുകിൽ വിൽക്കാൻ, അതല്ലെങ്കിൽ അതിനെ കാശാക്കാൻ, അതല്ലെങ്കിൽ അതിനെ വളർത്തി അതിൽ നിന്ന് വരുമാനം എടുക്കാൻ. ഇതിലേതെങ്കിലും ഉദ്ദേശമില്ലാതെ പശുവിനെ വാങ്ങത്തില്ലല്ലോ. ഒരു പശു ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങുന്നതല്ല, ഇതിലേതെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അസറ്റുകൾ കൈവശം വെക്കുന്നതിന് ഈ പറഞ്ഞത് എല്ലാ ഉദ്ദേശങ്ങളാണ്, എല്ലാം അതിൻ്റെ ലക്ഷ്യങ്ങളാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറ, ആണോടെ? ശരി, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആണ്. അടുത്തിലേക്ക് പോകുന്നു. അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് റെസീറ്റ്. അഡ്മിഷൻ ഫീ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അഡ്മിഷൻ ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലീഗസി, ഡൊണേഷൻ, ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഈ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അഡ്മിഷൻ ഫീസ് കിട്ടിയാൽ അതൊരു സാധാരണ റവന്യൂ ഇൻകം മാത്രമാണ്. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് ഒരു റവന്യൂ ഇൻകമാണ്, അത് റവന്യൂ റെസീറ്റ്. അഡ്മിഷൻ ഫീ ഒരു റവന്യൂ റെസീറ്റ്. പക്ഷേ അയാൾ ഷെയർ വാങ്ങിയാൽ അത് ക്യാപിറ്റൽ റെസീറ്റാണ്. അഡ്മിഷൻ ഫീ എന്ന് പറയുന്ന റവന്യൂ റെസീറ്റാണ്. അത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കത്തേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരവായി അല്ലെങ്കിൽ ഇൻകമായി കാണിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, അല്ലാതെ ഒരിക്കലും ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതല്ല. അഡ്മിഷൻ ഫീ ഈസ് എ റവന്യൂ റെസീറ്റ്. അഡ്മിഷൻ ഫീസ് ഒരു റവന്യൂ റെസീറ്റാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞു. അവിടെ അഡ്മിഷൻ ഫീസ് റവന്യൂ ആണ്. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ അവിടെ മെമ്പറാക്കുമ്പോൾ അയാൾ തരും, അടുത്തയാളും തരും. അങ്ങനെ മെമ്പറാകുന്നവരെല്ലാം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരവല്ലേ? റെക്കറിങ് നേച്ചറുള്ള ഒരു ഇൻകം അല്ലേ അത്? അപ്പോൾ അത് റവന്യൂ ആണ്. അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും അഡ്മിഷൻ ഫീ ഈസ് എ റവന്യൂ റെസീറ്റ്. അത് റവന്യൂ റെസീറ്റാണ്, അല്ലെങ്കിൽ റവന്യൂ ഇൻകമാണ്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്തത്, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു. അതായത് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി അതൊക്കെ പറഞ്ഞതാണ്. കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ്, നിങ്ങളുടെ മിണ്ടറേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത് വരയ്ക്കുന്നത് കൺസൈനറാണ്. ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും കൺസൈനിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനർ in his book to find out the profit or loss on each consignment. ഓരോ കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി കൺസൈനർ അയാളുടെ ബുക്കിൽ വരയ്ക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റിൻ്റെ ലാഭം, അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് കൺസൈനറുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ കാര്യമാണ്, കൺസൈനിക്കൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി എന്നാണ് പറയുന്നത്. കൺസൈനിയുടെ ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു. കൺസൈനിയുടെ ബുക്കിൽ കൺസൈൻമെൻറ്റിൻ്റെ ലാഭം നഷ്ടം ഒന്നും അയക്കില്ല. ഇത് അയക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അയക്ക് കമ്മീഷൻ കൊടുക്കും. സാധനം വിറ്റ് കഴിഞ്ഞാൽ വിറ്റതിന് കമ്മീഷൻ കൊടുക്കും, മേടിച്ചുകൊണ്ട് വെക്കണം. കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടവുമായി ബന്ധപ്പെട്ട് കൺസൈനിക്ക് ഒന്നും എഴുതാനില്ലടേ. കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കേണ്ടത് കൺസൈനറാടേ. ഈ കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി കൺസൈനർ വരയ്ക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അതിലൂടെ ലാഭമോ നഷ്ടമോ കിട്ടിയാൽ അത് ആ കൺസൈനറുടെ പൊതുവെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും, അയാളുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് കൺസൈനറാണ്. ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി അയാളുടെ ബുക്കിൽ വരയ്ക്കുന്ന അക്കൗണ്ടാണ്. അതിൽ കിട്ടുന്ന ലാഭമായാലും നഷ്ടമാണെങ്കിലും കൺസൈനർ അയാളുടെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. എൻ്റെ പൊന്നുമക്കളെ, ഈ അക്കൗണ്ടിന് കൺസൈനിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ ചോദിക്കുക, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു. കൺസൈൻമെൻറ്റിൻ്റെ ലാഭം കൺസൈനി എങ്ങോട്ട് മാറ്റുമെന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് കൺസൈനർ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം ഇത് നമുക്ക് പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് പറയാം. കൺസൈനിക്ക് ഈ അക്കൗണ്ടുമായോ കൺസൈൻമെൻറ്റിൻ്റെ ലാഭവും നഷ്ടമായോ ഒരു ബന്ധമില്ല. അയാളോട് സാധനം അയച്ചു കൊടുത്തിട്ട് വിൽക്കാൻ പറയുന്നു, വിറ്റാൽ ഇയാൾക്ക് കമ്മീഷൻ തരുമെന്ന് പറഞ്ഞ് അവന് വേണമെങ്കിൽ വിറ്റോണം, വിറ്റാൽ അവന് കമ്മീഷൻ കൊടുക്കും. ഇത് അയച്ചു കൊടുക്കുന്ന നമ്മളത് ലാഭം ഉണ്ടാക്കുക നഷ്ടമുണ്ടാക്കുക ഒന്നും അറിയേണ്ട കാര്യം അയാൾക്കില്ല. അയാൾക്ക് ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ വിഹിതമൊന്നും, ലാഭവും കൊടുക്കത്തില്ല, നഷ്ടമുണ്ടെങ്കിൽ അയാൾ സഹിക്കുകയും വേണ്ട. അതൊക്കെ നമ്മളെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനി. കൺസൈനിയുടെ ബുക്കിൽ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു, ഒന്നും ചെയ്യത്തില്ല. അവിടെ നൺ ഓഫ് ദീസ്, അതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് നിങ്ങൾ എത്ര പേര് എഴുതിയിട്ടുണ്ട്? എഴുതില്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത് ആരാണ്? കൺസൈനറാണ്. അത് അയാളുടെ ബുക്കിൽ കൺസൈനറുടെ ബുക്കിൽ വരയ്ക്കുന്ന അക്കൗണ്ടാണ്. കൺസൈൻമെൻറ്റിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാനാണ് വരയ്ക്കുന്നത്. അതിൽ കിട്ടുന്ന ലാഭനഷ്ടം കൺസൈനറുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇവിടെ അത് കൺസൈനിയുടെ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റും എന്ന് വെച്ചാൽ അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേട്ടോ? ശരി, അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്ത നോക്കിയേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളറിയണം. ഈ വേരിയബിൾ കോസ്റ്റിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെയും വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ. വേരിയബിൾ കോസ്റ്റ്, കേട്ടോണേ, വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആയിരിക്കും, പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആയിരിക്കും,
പെർ യൂണിറ്റ് ഫിക്സഡാണ്. അടുത്ത തവണയും വെച്ചോ, കേട്ടു വെച്ചോ. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആയിരിക്കും, പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് നേരെ തിരിച്ചാ. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് ആയിരിക്കും, പെർ യൂണിറ്റ് വേരിയബിൾ ആയിരിക്കും. എങ്ങനെയെന്ന് വേണമെന്ന് നിങ്ങളോട് പറയാം. ആദ്യം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എടുക്കാം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഉണ്ടാകുന്ന ചിലവെടുക്കട്ടെ. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ വാടക കൊടുക്കണം, 1000 രൂപയാണ് വാടക. ഇതൊരു ഫിക്സഡ് കോസ്റ്റാണ്. ഈ 1000 രൂപ എല്ലാ മാസവും 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപ വാടക കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തെ മാത്രം എടുക്കുക. വാടക റെൻ്റ് എന്ന് പറയുന്നൊരു ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ 1000 രൂപ നമ്മൾ റെൻ്റോ സാലറി എന്തുകൊണ്ടെങ്കിലും എടുക്കാം. റെൻ്റ് 1000 രൂപ ഫിക്സഡ് കോസ്റ്റാണ്. 1000 രൂപ കൊടുത്താൽ മതി. ഈ 1000 രൂപ നമ്മൾ കൊടുക്കുമ്പോഴേ നമ്മൾ ആ കടയിൽ 500 ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് 500 ദോശ. അപ്പോൾ 500 ദോശയാകുമ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് ഒരു ദോശയ്ക്ക് 2 രൂപ വെച്ചായില്ലേ? പിള്ളേര് കളിയാ, മനസ്സിലായില്ല. കടയുടെ വാടക 1000 രൂപ ഒരു മാസം നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് ആകെ 500 ദോശ. ഈ 500 ദോശ ഉണ്ടാക്കുന്നതിനാണ് 1000 രൂപ വാടക കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ദോശയ്ക്ക് എത്ര രൂപ ചായയുടെ? നിങ്ങളോടൊന്ന് മിണ്ടറേ. ഒരു ദോശയ്ക്ക് എത്ര രൂപ ചായെന്ന് മനസ്സിലായില്ല. ഇനി കടയുടെ വാടക ദോശയിൽ എന്തിനു സാറേ? നിങ്ങൾ ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കുക. കട നമ്മളെ സ്വന്തം അല്ലെന്ന്, വേറൊരാളുടെ കട വാടകയ്ക്ക് എടുത്തു. ആ കടയ്ക്ക് മാസം തോറും 1000 രൂപ വാടക കൊടുക്കണം. ഈ കടയിൽ നമ്മൾ ഒരു മാസത്തിൽ ഉണ്ടാക്കുന്നത് 500 ദോശ ഉണ്ടാക്കും. 1000 രൂപ വാടക കൊടുക്കുന്ന കടയിൽ 500 ദോശ ഉണ്ടാക്കും. ഒരു കടയ്ക്ക് ഈ വാടക എത്ര, അല്ല ഒരു ദോശയ്ക്ക് എത്ര രൂപ വീതം വാടകയായി? പല ചിലവുകളുണ്ടല്ലോ. ദോശയ്ക്ക് അരിയുണ്ട്, ഉഴുന്നുണ്ട്, പിന്നെ ജോലിക്കാരൻ്റെ കൂലിയുണ്ട്, പിന്നെ പലതും അങ്ങനെ ഉള്ളതുപോലെ ഒരെണ്ണമാണ് ഈ വാടകയും. അപ്പോൾ ദോശയ്ക്ക് എത്ര രൂപ വെച്ചായി? 2 രൂപ വെച്ചായി. ഇനി കേട്ടോണം. അപ്പോൾ ഇനി കേട്ടെ. അപ്പോൾ ഈ 1000 രൂപ ഫിക്സഡാണ്, ടോട്ടൽ ഫിക്സഡാണ്. 500 ദോശ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണത്തിന് 2 രൂപ വെച്ചായി. ഇടോ മക്കളെ, നമ്മൾ 1000 ദോശ ഉണ്ടാക്കിയാലോ ഒരു ദോശയ്ക്ക് 1 രൂപ വെച്ചല്ലേ ആവൂ? നമ്മൾ 2000 ദോശ ഉണ്ടാക്കിയാലോ ഒരു ദോശയ്ക്ക് 50 പൈസ വെച്ചല്ലേ ആവൂ? അല്ലേ? ആണോ? അപ്പോഴും നിങ്ങൾ നോക്കണം, ഇത് ഫിക്സഡ് കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡാണ്, പക്ഷെ പെർ യൂണിറ്റോ വേരിയബിൾ ആണ്. പെർ യൂണിറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരും. ഔട്ട്പുട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കൂടും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആണ്, അല്ല ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് ആണ്, പെർ യൂണിറ്റ് വേരിയബിൾ ആണ്. കുറിച്ച് വെച്ചോ. ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ? ടോട്ടൽ ഫിക്സഡ് ആണ്, പെർ യൂണിറ്റ് എടുക്കുമ്പോൾ വേരിയബിൾ ആണ്. ഇനി വേരിയബിൾ കോസ്റ്റിലേക്ക് പോകാം. നമുക്ക് ചോദിച്ചിരിക്കുന്ന വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആണ്. ടോട്ടലാണ് ഈ ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ. ടോട്ടൽ വേരിയബിൾ, മറ്റേ ടോട്ടൽ ഫിക്സഡ്. ടോട്ടൽ വേരിയബിൾ ആണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആണ്, പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. അത് പറയാം എങ്ങനെയാണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ എന്ന് പറഞ്ഞത് എങ്ങനെയെന്ന് പറയട്ടെ. നമ്മൾ 500 രൂപ ചിലവാക്കി, 500 രൂപ 400 രൂപ ചിലവാക്കി അരിയും ഉഴുന്നും എല്ലാം വാങ്ങി. 400 രൂപയ്ക്കാണ് അരിയും ഉഴുന്നും എല്ലാം വാങ്ങി ദോശ ഉണ്ടാക്കി. 200 ദോശയാണ് ഉണ്ടാക്കിയത്. എത്ര രൂപയ്ക്ക്? 400 രൂപ ചിലവാക്കി അരിയും ഉഴുന്നും വാങ്ങി 200 ദോശ ഉണ്ടാക്കി. കേട്ടുവോ? അപ്പോൾ ഇനി കേട്ടണം, ഒരു ദോശയ്ക്ക് എത്ര രൂപ വെച്ചായി മക്കളെ? അരിയും ഉഴുന്നും എല്ലാം കൂടെ 400 രൂപയാണ്. 200 ദോശ ഉണ്ടാക്കിയുള്ളൂ. ഒരു ദോശയ്ക്ക് എത്ര രൂപ വെച്ചായി? 2 രൂപയാണോ? പറഞ്ഞാൽ മതി, പിന്നെന്ത്? 2 രൂപ. ഒരു ദോശയ്ക്ക് 2 രൂപ വെച്ചായി. ഒരു ദോശയ്ക്ക് 2 രൂപ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു ദോശയും കൂടെ ഉണ്ടാക്കണമെങ്കിൽ
രൂപയുടെ അരിയും 2 രൂപയ്ക്കുള്ള അരിയും ഉഴുന്നും കൂടെ പോരെ? മതി. മതി. അപ്പോൾ എത്ര ദോശ? അപ്പം നോക്കണം, ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ് ഒരു യൂണിറ്റിന്. ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കോളൂ, ഇവിടെ നമ്മളൊരു 10 യൂണിറ്റ് കൂടെ അധികം ഉണ്ടാക്കിയാൽ, ഒരു 10 ദോശ കൂടെ നമ്മൾ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള അരി ഉഴുന്ന് വാങ്ങണം. 20 രൂപ കൂടെ കൂടില്ലേ? എത്ര ദോശ അധികം ഉണ്ടാക്കിയാലും 2 രൂപ വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. 2 രൂപയെ കൂടുള്ളൂ. അതിൻ്റെ അർത്ഥം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. പക്ഷേ ടോട്ടലോ വേരിയബിളാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡും അങ്ങനെ തന്നെയാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ പെർ യൂണിറ്റ് ഫിക്സഡ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് പെർ യൂണിറ്റ് വേരിയബിൾ. ടോട്ടൽ ഫിക്സഡ് പെർ യൂണിറ്റ് വേരിയബിൾ. അപ്പോൾ ഇനി നിങ്ങൾ പിടികിട്ടിയ ഇവിടെ എത്ര ദോശ? ഒരു 400 രൂപ ചിലവാക്കിയപ്പോൾ 200 ദോശ ഉണ്ടാക്കി. അതായത് ഒരു ദോശയ്ക്ക് 2 രൂപയുടെ അരിയും ഉഴുന്നും എല്ലാം കൂടായി. ഇനി ഓരോ ദോശ നിങ്ങൾ അധികം ഉണ്ടാക്കുന്നതിനും 2 രൂപയുടെ മെറ്റീരിയൽസ് വേണ്ടി വരും, അല്ലെങ്കിൽ 2 രൂപയുടെ ചിലവ് വേണ്ടി വരും. അപ്പോൾ ഓരോ ദോശയ്ക്കും 2 രൂപ അഡീഷണലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ദോശ കുറച്ചാൽ 2 രൂപ കുറയും, ഒരു ദോശ കൂട്ടിയാൽ 2 രൂപ കൂടും. ഈ കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്നല്ല ഞാൻ പറയും. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആണ്, പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് ആണ്, പെർ യൂണിറ്റ് വേരിയബിൾ ആണ്. രണ്ടിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് അത് 1000 രൂപയാണ്. 500 ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 രൂപ വെച്ചായി. ദോശയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ചിലവ് കുറഞ്ഞു വരും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ ആണ്, പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കി, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ആദ്യമേ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താ പറയുന്നു? റിമെയിൻസ് ഫിക്സഡ്. ശരി, അടുത്തിലേക്ക് പോട്ടെ. അടുത്ത് പറയുന്നു സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, എന്ത് സമയമെങ്കിലും ആട്ടെ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ കുറച്ച് ഷെയർ നമ്മൾ വാങ്ങി, അദാനിയുടെ കുറേ ഷെയർ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 10,000 രൂപയുടെ ഷെയർ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഈ ഷെയർ നമ്മൾ വിറ്റാൽ എന്താ കിട്ടും? പൈസ കിട്ടും. ഈ ഷെയർ വിൽക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ ഫണ്ട് വരുമോ അതോ ഫണ്ട് പോവോ? ഫണ്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്ക്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് സോഴ്സ് ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ. പിന്നെ നോ ഫ്ലോ ഓഫ് ഫണ്ട്, ഡിക്രീസ് ലയബിലിറ്റി. എന്താ പറയുന്നു? സെയിൽ ഓഫ് ഇത് പിള്ളേർ നമ്മൾ സാധാരണ ഓർത്താൽ മതി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാൽ നമുക്ക് എന്ത് വരൂടെ? ഫണ്ട് വരുമോ പോവോ? ഫണ്ട് വരും. അപ്പോഴിവിടെ എന്താ പറയുന്നു? സോഴ്സ് ഓഫ് ഫണ്ടാണോ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ? സോഴ്സ് ഓഫ് ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിൽക്കുമ്പോൾ അത് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, അല്ലെങ്കിൽ യൂസ് ഓഫ് ഫണ്ട് എന്ന് പറയും. സോഴ്സ് ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ഫണ്ട്. ആപ്ലിക്കേഷനാണ് യൂസ് എന്ന് പറയും. സോഴ്സ് ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ഫണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാൽ പണം വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയാൽ പണം പോകുന്നു. ശരി, അപ്പോൾ അടുത്ത പറയട്ടെ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അസറ്റ് അല്ലേ, കാശ് പോലെ? കാശ് പോലെയല്ല, അതൊരു ഫിക്സഡ് അസറ്റ് എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചും ഒരു അസറ്റ് വരുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ കൊടുക്കുന്നത് എന്ത് അസറ്റാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞുണ്ടോ? ഒരു ഫിക്സഡ് അസറ്റിനെ ഒരു ഫിക്സഡ് ഐറ്റത്തെ കറണ്ട് ഐറ്റത്തെ ഫിക്സഡ് ആയിട്ടോ കൺവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്, അല്ലേ? ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്താക്കി മാറ്റുക? കാശാക്കി മാറ്റുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിട്ട് കാശ് വരികയല്ലേ? അപ്പോൾ അത് ഫണ്ട് വരികയല്ലേ?
ആ ആ പിടികിട്ടിയ ആ മനസ്സിലായി മനസ്സിലായി. ഇൻവെസ്റ്റ്മെൻറ്റ് പോയി നമുക്ക് ഫണ്ട് വന്നു. അപ്പോൾ അത് ഫ്ലോ ഓഫ് ഫണ്ടാണ് അവിടെ. അതായത് ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഇൻഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നതാണ് സോഴ്സ് ഓഫ് ഫണ്ട്. ഔട്ട് ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അല്ലെങ്കിൽ യൂസ് ഓഫ് ഫണ്ട് എന്ന് പറയാം. പറഞ്ഞ പിടികിട്ടിയത്? ആ ഓക്കെ. ശരി, ഓക്കെ. അപ്പോൾ അടുത്തിലേക്ക് പോകാം. പീരീഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് കോസ്റ്റ് എന്നറിയാമോ? ഫിക്സഡ് കോസ്റ്റിനെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് അതും പറഞ്ഞിട്ടുണ്ട്. അതായത് അത് കഴിഞ്ഞ അടുത്ത ദിവസം ഉണ്ട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു 1000 രൂപയാണ് ഒരു മാസത്തെ വാടക. വാടക എന്ന് പറയുന്നൊരു ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ആണ്. ഇത് നിങ്ങൾ കേട്ടോണം എന്ന് പറഞ്ഞാൽ അത് ഈ ഉണ്ടാക്കുന്ന ദോശയുടെ എണ്ണം അനുസരിച്ച് വാടക കൂടത്തും കുറയത്തൊന്നുമില്ല. അതൊരു ഈ ഔട്ട്പുട്ട് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കോസ്റ്റ് അല്ല. അത് സ്ഥിരമായിരിക്കുന്ന കോസ്റ്റാണ് 1000. ഇത് ഒരു മാസത്തേക്കാണ് 1000. ഒരു മാസം കൂടെ ആകുമ്പോഴോ 2000 ആവും. അടുത്ത ഒരു മാസം കൂടെ ആകുമ്പോൾ വാടക 3000 ആവില്ലേ? അപ്പോൾ ഒരു പീരീഡിലേക്കാണ് അത് ഫിക്സഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ പീരീഡ് കാലങ്ങൾ ഓരോരോ മാസം കൂടി വരുമ്പോൾ ജനുവരിക്ക് 1000, ഫെബ്രുവരിക്ക് 1000, മാർച്ചിന് 3000. ഫിക്സഡ് കോസ്റ്റ് ആ പീരീഡുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ്. അതുകൊണ്ട് അതിനെ പറയുന്ന പേര് പീരീഡ് കോസ്റ്റ് എന്ന് പറയും. ഏത് കോസ്റ്റിന്? ഫിക്സഡ് കോസ്റ്റിന്. വേരിയബിൾ കോസ്റ്റിന് പീരീഡുമായിട്ടല്ല ബന്ധം, അത് പ്രോഡക്റ്റുമായിട്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ പറയാം? ഫിക്സഡ് കോസ്റ്റ് ഈസ് ആൾവേസ് റിലേറ്റഡ് ടു പീരീഡ്. ഫിക്സഡ് കോസ്റ്റ് ആ പീരീഡുമായി ബന്ധപ്പെട്ട കോസ്റ്റാണ്. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറയും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട അതിന് പ്രോഡക്റ്റ് കോസ്റ്റാണ്. ഫിക്സഡ് കോസ്റ്റ് പീരീഡ് കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് ഒരു പ്രോഡക്റ്റ് കോസ്റ്റാണ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് ആ പ്രോഡക്റ്റുമായി ബന്ധമുള്ള കോസ്റ്റ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരീഡുമായിട്ടാണ് ബന്ധം. വേരിയബിൾ കോസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാലും ഇപ്പോൾ 1000 യൂണിറ്റ് ഉണ്ടാക്കി അതിന് 2000 രൂപയാണ് ചിലവെങ്കിൽ ഒരു യൂണിറ്റിന് 2 രൂപ വെച്ച് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് 2 രൂപ വരെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കൂടുകയും കുറയുകയും ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഫിക്സഡ് കോസ്റ്റ് പീരീഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരീഡ് കോസ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പീരീഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താ പറയും? ഫിക്സഡ് കോസ്റ്റ്. അടുത്തത് ലോൺ ലെഡ്ജർ കെപ്റ്റ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത് ജനറൽ ലെഡ്ജർ അല്ല, ഇമ്പേഴ്സണൽ ലെഡ്ജർ തീരെയല്ല, സ്പെഷ്യൽ ലെഡ്ജറിൻ്റെ ഭാഗമായി വരുന്നതാണ് ലോൺ ലെഡ്ജർ. ലോൺ ലെഡ്ജർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ സ്പെഷ്യൽ ലെഡ്ജർ. കേട്ടോ? ഇനി ഇത് പേഴ്സണൽ ലെഡ്ജർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഇമ്പേഴ്സണൽ ലെഡ്ജർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതേ എടുക്കാൻ പറ്റുള്ളൂ. ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ലെഡ്ജറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലെഡ്ജറാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയുന്നത് സ്പെഷ്യൽ ലെഡ്ജർ. അടുത്ത ആൻ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ്. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് എന്ന് പറയും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏത് കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നു? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. അതിൻ്റെ കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേ ഒരു കാറുണ്ടാക്കുന്നു. കാറുണ്ടാക്കുന്ന കമ്പനി ഈ നെല്ലുകുത്ത് മില്ലിൽ നെല്ല് കൊണ്ടിടുന്ന കണക്ക് കമ്പനിയുടെ ഫാക്ടറിയുടെ ഒരറ്റത്ത് ഒരു മെഷീനകത്ത് കുറേ ഇരുമ്പ് കൊണ്ടിടുക. 4-5 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വേറൊരു ഭാഗത്തൂടെ കാർ ഇറങ്ങി വരും. ആണോ? അല്ല. പകരം ഈ കാറിൻ്റെ ഓരോ ഭാഗങ്ങളും വേറെ വേറെ സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് കാറാക്കി ഇറക്കുകയാണ് അല്ലേ? ഇത് ഓരോന്നിനും ഓരോ പ്രത്യേകതരം കോസ്റ്റിംഗ് വേണം. അതിനെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഓട്ടോമൊബൈൽ ആവാം, TV ആകാം, റേഡിയോ ആകാം, ഫ്രിഡ്ജ് ആവാം, മനസ്സിലായില്ലേ? കപ്പലാവാം.
ഇതിനൊക്കെ ഏത് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നു? ഷിപ്പൊക്കെ അങ്ങോട്ട് വിട്ടേരെ. ഏത് കോസ്റ്റിംഗ്? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. കാരണം ഒരു കോസ്റ്റിംഗ് മെത്തേഡ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പല കോസ്റ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് അതിൻ്റെ കോസ്റ്റിംഗ് മെത്തേഡ് മൾട്ടിപ്പിൾ. പക്ഷേ ഇവിടെ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റാണ്. ആ സർവീസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ ഉണ്ടാക്കുക, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയല്ല, പിന്നെയോ സർവീസ് യൂണിറ്റാണ്. സർവീസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കാശ് നമ്മൾ വാങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ ഒരു കോപ്പി എടുത്തു തരാൻ പറഞ്ഞു. അയാൾ നമ്മുടെ അടുത്ത് പറയാം 5 രൂപയെന്ന് പറയും. എന്തോ സർട്ടിഫിക്കറ്റിന് 5 രൂപയാണോ അതോ കോപ്പി എടുത്തതിന് 5 രൂപയാണോ? എത്രയാണ്? അങ്ങനെ നമ്മൾ ജോബ് കോസ്റ്റ് എന്ന് പറയാം. ജോബ് കോസ്റ്റ്. ഇപ്പോൾ ഒരു വണ്ടി സർവീസ് ചെയ്തതിന് 150 രൂപ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജോബ് കോസ്റ്റ്. ഒരു യൂണിറ്റിന് ഇത്ര പിടികിട്ടിയ. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അല്ല. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അതിൻ്റെ ഉൽപ്പാദനത്തിനുള്ളതാണ്. ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്ങിനാണെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ്. ഏത് കോസ്റ്റിംഗ് മെത്തേഡ്? ജോബ് കോസ്റ്റിംഗ് മെത്തേഡ്. ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർഡറിനനുസരിച്ച് മാത്രം പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ സർവീസ് തരുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് ഏത്? ജോബ് കോസ്റ്റിംഗ്. കേട്ടുവോ? നമ്മളിപ്പോൾ സൈക്കിള് പഞ്ചറായി കൊണ്ട് കൊടുത്താൽ അയാൾ എത്ര പഞ്ചറുണ്ടോ നോക്കിയിട്ടല്ലേ വില എടുക്കുന്നത്, അതിൻ്റെ ചാർജ് എടുക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ജോബ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് ചെയ്തു തരുന്നു. അതിനാണ് പൈസ, അതിന് കൊടുക്കേണ്ടി വരുന്നതാണ്. അവിടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ജോബ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജോബ് കോസ്റ്റാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരുന്നെങ്കിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. ഇത് ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് ആയതുകൊണ്ട് ദേ യൂസ് ഓൺലി ജോബ് കോസ്റ്റിംഗ്. അവർ ജോബ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുക. കേട്ടോ? ഒരു കാർ സർവീസ് ചെയ്യാൻ കൊണ്ട് കൊടുത്താ എന്താ പറയുക അവർ? കഴുകി നോക്കട്ടെ എന്നിട്ട് ഇത് പറയാം. അങ്ങനെയാണോ? ആദ്യമേ പറയില്ലേ ഇത്ര രൂപയാകുമെന്ന് പറയും. അത്രേ ഉള്ളൂ. അതാണ് ജോബ് കോസ്റ്റിംഗ്. അത് പറഞ്ഞിട്ടില്ല ഇവിടെ. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ചേർത്തിട്ടാണല്ലോ റേറ്റ് പറയുന്നത്. ഏതാ? നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോഴും അത് നമ്മൾ പാർട്സ് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ അയാൾ വാങ്ങി വെച്ചിരിക്കുന്ന പാർട്സ് നമുക്ക് തരുന്നു. അതിൽ പ്രത്യേക കോസ്റ്റിംഗ് ഇല്ലല്ലോ. അങ്ങനെ അയാൾ വാങ്ങിയിരിക്കുന്നു, അയാളുടെ പ്രോഫിറ്റോട് ചേർത്ത് തരുന്നു എന്നല്ലേ ഉള്ളൂ. ഏതാ? അത് സ്പെയർ പാർട്സ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നിടത്ത കാര്യമാണ്, നമ്മൾ വാങ്ങുന്നതല്ല. അതാ പറഞ്ഞ അത് നമ്മൾ വാങ്ങുന്നതല്ലടാ, കമ്പനി അത് ഉണ്ടാക്കുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ്. അല്ല നിങ്ങൾ പോയി ഒരു കവർ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ബാച്ച് കോസ്റ്റിംഗ് ഒന്നും പറയരുത്. അത് കമ്പനി ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല? ആ കമ്പനി ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. കേട്ടോ? അല്ലാതെ നമ്മൾ വാങ്ങുന്നതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് നമുക്ക് കാറ് സർവീസ് ചെയ്യണം, നമ്മൾ ഓട്ടോമൊബൈൽ എന്താണോ നമ്മൾ വാഹനം ഏതോ അത് സർവീസ് ചെയ്യണം. ആ സർവീസ് ചെയ്യാൻ നമ്മൾ പറയുന്നു, അതിനുള്ള റേറ്റ് കൊടുക്കുന്നു. അത് എന്താണ് സർവീസിൻ്റെ? ഇപ്പോൾ സ്കൂട്ടർ സർവീസ് ചെയ്യാനുള്ള ചാർജ് അല്ല കാറിന്, അതല്ല ലോറിക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നിനും കൂടി. അപ്പോൾ എന്താണോ ചെയ്യേണ്ടതനുസരിച്ച് മാത്രം നമ്മളെ ഓർഡർ അനുസരിച്ച് ജോലി ചെയ്ത് തരുന്നിടത്ത് ഈടാക്കുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് എത്ര വേണം അത് തീരുമാനിക്കുന്ന കോസ്റ്റ് മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ്. അടുത്ത അപ്പോൾ ഇവിടെ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് നമ്മളെ ഓർഡറിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച് സർവീസ് ചെയ്യുന്നയാളാണ്. നമ്മൾ പറയുന്ന വാട്ടർ സർവീസ് മതി എന്ന് പറഞ്ഞാൽ അതിന് ആ കാശേ ഉള്ളൂ. അതല്ല മൊത്തത്തിൽ എൻ്റെ അടിയെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി തരണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ കോസ്റ്റ് മേടിക്കില്ലേ? അപ്പം നമ്മൾ ഓർഡറിനനുസരിച്ച് ജോലി ചെയ്ത് തരുന്നിടത്ത് ഈടാക്കുന്ന കോസ്റ്റിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതി വെക്കുമായിരുന്നു, ജോബ് വർക്ക് ചെയ്ത് കൊടുക്കപ്പെടും. എന്താ പറയും? ജോബ് വർക്ക് ചെയ്ത് കൊടുക്കപ്പെടും. നമ്മൾ ഇച്ചിരി പഠിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്നു ഇതെന്തൊരു എഴുത്ത് പോസ്റ്റ് തോന്നുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജോബ് വർക്ക് അവിടെ അത് ശരിയാണ്. ജോബ് വർക്ക് ചെയ്ത് കൊടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ജോബ്, ആദ്യത്തെ ജോബ് എന്താണെന്നറിയാമോ? ഈ കോസ്റ്റ് മെത്തേഡാണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ ജോലി ചെയ്തു തരും. അതാണ്.
നിങ്ങൾ എന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു പിന്നെ ഫോട്ടോ കോപ്പി കടയിൽ കയറി പറഞ്ഞു എൻ്റെ SLG ബുക്കിൻ്റെ ഒരു 4 കോപ്പി ഇങ്ങോട്ട് അയാളിലിരിക്കുന്ന അതെ. നിങ്ങൾ SLG ബുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ടേടോ. നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടാണ് പറയേണ്ടത് ഇതിൻ്റെ 2 കോപ്പി എടുത്തത്. അപ്പം നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം സാധനങ്ങൾ ചെയ്തു തരുന്നു, അല്ലെങ്കിൽ അവർ സെർവ് ചെയ്യുന്നു. അതിന് അവർ ആദ്യമേ പറയും 5 എണ്ണോ 15 രൂപയാകും, അല്ലെങ്കിൽ 10 രൂപയാകും. 2 എണ്ണം മതിയെങ്കിൽ അവർ അതിനുള്ള റേറ്റ് പറയും. ഇങ്ങനെ ഓർഡർ അനുസരിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ ചാർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വേജസ് പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഔട്ട്പുട്ട്. അത് നമുക്കറിയാമല്ലോ. ശമ്പളം 2 തരത്തിൽ കൊടുക്കത്തില്ല. ഔട്ട്പുട്ടിൻ്റെ ബേസിലും കൊടുക്കും, ടൈമിൻ്റെ ബേസിലും കൊടുക്കും. 1 കിലോയ്ക്ക് 2 രൂപ വെച്ച് കൂലി, 1 മണിക്കൂറിന് 4 രൂപ കൂലി. ഇതാണ് 1 കിലോയ്ക്ക് 2 രൂപ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ്. അതിനെ നമ്മൾ പീസ് റേറ്റ് എന്ന് പറയാം അല്ലേ, മറ്റേ ടൈം റേറ്റ് എന്ന് പറയാം. അപ്പോൾ വേജസ് പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് വേജ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പീസ് റേറ്റ് എന്ന് പറയും. ടൈമിൻ്റെ ബേസിലാണെങ്കിൽ ടൈം റേറ്റ് എന്ന് പറയും. അടുത്ത ഇനി ഈ ഡെയിലി വേജ് എന്നൊക്കെ അവിടെ കിടന്നല്ലോ. അതൊക്കെ ഈ ടൈം റേറ്റിനകത്ത് വരുന്ന ഡെയിലി വേജ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തേക്കുള്ള, അതാണ് ടൈം റേറ്റ് എന്ന് പറയാം. അടുത്ത കാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ്. അത് നമ്മൾ കൃത്യമായി പറഞ്ഞത്. കാഷ് ബുക്ക് സാധാരണ നമ്മൾ 3 കോളം കാഷ് ബുക്കിൽ 3 കോളം ഇല്ലേ, ഇല്ലയോ? ഉണ്ട്. കാഷ് ബാങ്ക് ഡിസ്കൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാഷ് ബാങ്ക്. 3 കോളം കാഷ് ബുക്കിൽ യഥാർത്ഥത്തിൽ എത്ര അക്കൗണ്ടുകളുണ്ട്? 2 അക്കൗണ്ട്. ഉറപ്പാണോ? ഏതാ 2 അക്കൗണ്ട്? അവിടെ 3 കോളം ഉണ്ടല്ലോ. ഒന്ന് ഡിസ്കൗണ്ട്, പിന്നെ ഒന്ന് കാഷ്, ഒന്ന് ബാങ്ക്. അപ്പുറത്തും ഉണ്ട് ഡിസ്കൗണ്ട്, കാഷ്, ബാങ്ക്. അപ്പോൾ 3 കോളം ഉണ്ട്. പക്ഷേ 2 അക്കൗണ്ടേ ഉള്ളൂ. കാഷ് ബുക്കിനകത്ത് 2 അക്കൗണ്ടേ ഉള്ളൂ, കാഷും ബാങ്കും. ഡിസ്കൗണ്ടിന് ലെഡ്ജറിൽ വേറെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ട്. ബാക്കി 2നും ലെഡ്ജറിൽ വേറെ അക്കൗണ്ട് ഇല്ല. അതായത് കാഷിനും ബാങ്കിനും ഇത് തന്നെയാണ് എല്ലാം, ജേണലും ലെഡ്ജറും അത് തന്നെ. പക്ഷേ ഡിസ്കൗണ്ടിന് ലെഡ്ജറിൽ വേറെ അക്കൗണ്ട് ഇല്ലേ. അപ്പോൾ 3 കോളം കാഷ് ബുക്കിൽ എത്ര അക്കൗണ്ടുകളുണ്ടെന്ന് ചോദിച്ചാൽ 2 ഉള്ളൂ. ഏതൊക്കെ? കാഷും ബാങ്കും. അതിൽ ഈ കാഷ് കോളം ബാലൻസ് ചെയ്യുമ്പം എപ്പോഴും ഏത് ബാലൻസ് ആയിരിക്കും കിട്ടുക? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതൊക്കെ പറ. കാഷ് കോളം ഡെബിറ്റ് ബാലൻസേ കാണിക്കൂ, കാഷ് കോളം ഡെബിറ്റ് ബാലൻസേ കാണിക്കൂ. അതെന്താണെന്നറിയാമോ? കാഷ് ഇൻ ഹാൻഡ്. കാഷിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് കാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ബാങ്ക് കോളം 2 ബാലൻസും കാണിക്കാം, ഡെബിറ്റും കാണിക്കാം, ക്രെഡിറ്റും കാണിക്കാം. നമ്മുടെ കാഷ് ബുക്കിലെ ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് കാണിച്ചാൽ കാഷ് അറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. കാഷ് കോളം ഒരൊറ്റ ബാലൻസേ കാണിക്കൂ, അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അത് കാഷ് ഇൻ ഹാൻഡാണ്. സമ്മതിച്ചു. ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസും കാണിക്കാം, ക്രെഡിറ്റ് ബാലൻസും കാണിക്കാം. ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് കാണിച്ചാൽ കാഷ് അറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇനി ഡിസ്കൗണ്ട് കോളത്തിന് ഇവിടെ ബാലൻസ് ഒന്നുമില്ല. ഡിസ്കൗണ്ട് കോളം ഇവിടുന്ന് ക്ലോസ് ചെയ്ത് എങ്ങോട്ട് മാറ്റത്തേ ഉള്ളൂ? ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റത്തേ ഉള്ളൂ. ഡെബിറ്റിലുള്ള ഡിസ്കൗണ്ട് കൂട്ടി ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലേക്ക് മാറ്റും, ക്രെഡിറ്റിലുള്ള ഡിസ്കൗണ്ട് കൂട്ടി ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലേക്ക് മാറ്റും. അതത്രയേ ഉള്ളൂ. ഇത് 2നും വേറെ അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, കാഷ് കോളം ഏത് ബാലൻസ് കാണിക്കും? ഡെബിറ്റ് ബാലൻസ് മാത്രമേ കാണിക്കൂ, അത് കാഷ് ഇൻ ഹാൻഡാണ്. പക്ഷേ ബാങ്ക് കോളം ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് കാണിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് കാണിച്ചാൽ അത് കാഷ് അറ്റ് ബാങ്കും, ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുമാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ. അപ്പോൾ 3 കോളം കാഷ് ബുക്കിനകത്ത് എത്ര അക്കൗണ്ടുകളാണ് ഉള്ളത്? 2 അക്കൗണ്ട്. ഏതൊക്കെ 2? എന്തുകൊണ്ട് ഡിസ്കൗണ്ടിന് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ്? ഡിസ്കൗണ്ടിന് അക്കൗണ്ട് എവിടെ ഉണ്ട്? ലെഡ്ജറിൽ വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കൂ. കാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ്, കാഷ് ബുക്കിലെ ബാങ്ക് കോളം എന്നാണ് സംഭവം.
ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ഏത് കാണിക്കും? ഡാഷ് ബാലൻസ്. ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്താ പറയുന്നു? ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കില്ല, ഡെബിറ്റോ ക്രെഡിറ്റോ കാണിക്കുക, ഏതെങ്കിലും ഒന്നല്ലേ കാണിക്കും. ഡെബിറ്റ് കാണിക്കാം, ചിലപ്പോൾ ക്രെഡിറ്റ് കാണിക്കാം. അപ്പോൾ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഇനി നോ ബാലൻസോ? അതും കാണിക്കാം. എല്ലാം കൂടെ ഉത്തരം പറയാൻ അവിടെ ഇല്ലല്ലോ. ചിലപ്പോൾ ഡെബിറ്റും ഇല്ല, ക്രെഡിറ്റും ഇല്ല, ഒന്നുമില്ലാത്ത വന്നേക്കാം. പക്ഷേ ഇവിടെ അതിന് ഉത്തരം പറയാൻ പറ്റില്ല, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. അടുത്ത ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദി അസറ്റ് ദ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് ഫോളോഡ്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏത് അസറ്റിനാണ് ഈ ഡിപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഏതിനാണ്? മൈൻസ് ആൻഡ് ക്വാറീസ്. ഏതാ? മൈൻസ് ആൻഡ് മൈൻസ് ആൻഡ് ക്വറീസ്. അതായത് വേസ്റ്റിംഗ് അസറ്റുകൾ എന്നറിയപ്പെടുന്ന മൈൻസ്, ക്വറീസ് തുടങ്ങിയവയ്ക്ക് അല്ലേ, മൈൻസ്, ക്വറീസ്, ഓയിൽ വെൽസ്, ട്രീസ്, പ്ലാന്റ് അല്ല ടിമ്പർ, ഇങ്ങനെയുള്ള അസറ്റുകൾക്കൊക്കെ ഡിപ്രിസിയേഷൻ കാണാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മെത്തേഡാണ് ഡിപ്ലീഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡാണ്. ഡിപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് മെത്തേഡ് തന്നെയാണ്, ഔട്ട്പുട്ട് മെത്തേഡ്. അപ്പോൾ ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദി അസറ്റ് ദ ഡിപ്ലീഷൻ മെത്തേഡ് ഈസ് ഫോളോഡ്. ഏത് അസറ്റിനാണ് ഡിപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ മൈൻസ്, ക്വറീസ്, ഓയിൽ വെൽസ്, ടിമ്പർ, ട്രീസ് തുടങ്ങിയവയ്ക്കാണ്. ഇതാണ് എൻ്റെ ഉത്തരം. അടുത്ത വിച്ച് ഓൺ ദി ഫോളോയിങ് എറേഴ്സ് വിൽ നോട്ട് റിവീൽഡ് ബൈ ദി ട്രയൽ ബാലൻസ്. ഈ താഴെ പറയുന്ന തെറ്റുകളിൽ ഏത് തെറ്റാണ് ട്രയൽ ബാലൻസ് വെളിപ്പെടുത്താത്തത്? എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിൽ ഏതോ ഒരു തെറ്റ് വന്നാലും, ഒരു തെറ്റിനേ സാധ്യതയുള്ളൂ, ഏതോ ഒരു തെറ്റ് വന്നാലും ട്രയൽ ബാലൻസ് എഗ്രി ചെയ്ത് കാണും, രണ്ട് വശവും തുല്യമായി കാണും. എന്ന് പറഞ്ഞാൽ ആ ട്രയൽ ബാലൻസ് നോക്കി തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ തെറ്റ് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും, ട്രയൽ ബാലൻസ് എഗ്രി ചെയ്യും. അതാണ് വിച്ച് ഓൺ ദി ഫോളോയിങ് എറേഴ്സ് വിൽ നോട്ട് റിവീൽ ബൈ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത തെറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഇടപാട് ഒന്നിലധികം തവണ എഴുതുക. പാർഷ്യൽ ഒമിഷൻ, റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്, റോങ് ടോട്ടലിംഗ് ഓഫ് അക്കൗണ്ട്. നിങ്ങൾ നോക്കുക, റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ്, പാർഷ്യൽ ഒമിഷൻ, ഈ തെറ്റുകളെല്ലാം കൃത്യമായി ഇത്തരം തെറ്റുകൾ വന്നാൽ ട്രയൽ ബാലൻസും തെറ്റും അല്ലേ? തെറ്റും. പാർഷ്യൽ ഒമിഷനോ പോസ്റ്റ് ചെയ്തപ്പോൾ തെറ്റോ ബാലൻസ് ചെയ്തപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടായാൽ ഉറപ്പായ ട്രയൽ ബാലൻസ് തെറ്റും. അപ്പോൾ ആ എറർ നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കണ്ടുപിടിക്കാം. പക്ഷേ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് എറർ എന്ന് പറയും. ആ തെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഒരാളിൻ്റെ 100 രൂപയുടെ സാധനം വാങ്ങി, പർച്ചേസ് അക്കൗണ്ട് ഇട്ടൊരു കുമാർ 100 രൂപ, പിറ്റേ ദിവസം വീണ്ടും അറിയാതെ 100 എഴുതി, പർച്ചേസ് അക്കൗണ്ട് ഇട്ട് കുമാർ. ഇത് ജമ്മത്ത് ഈ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും കൃത്യമായിട്ട് വന്നില്ലേ? അപ്പോൾ ആ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അത് ബാധിക്കില്ല. ട്രയൽ ബാലൻസ് എഗ്രി ചെയ്ത് പോവും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിലേതാണ് വിച്ച് ആർ ദി ഫോളോയിങ് എറേഴ്സ് വിൽ നോട്ട് റിവീൽഡ് ബൈ ദി ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് തുറന്ന് കാണിക്കാത്ത തെറ്റേത്? എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. എറേഴ്സ്. ബാക്കി ഇതെല്ലാം ട്രയൽ ബാലൻസിൽ കൂടെ ഇത് വന്നാൽ ട്രയൽ ബാലൻസ് തെറ്റും, അതേ ഉള്ളൂ കാര്യം. എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ, റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്, റോങ് ടോട്ടലിംഗ് ഓഫ് ആൻ അക്കൗണ്ട്, ഇതൊക്കെ ട്രയൽ ബാലൻസ് തെറ്റിക്കുന്നതാണ്. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ അല്ല ഡ്യൂപ്ലിക്കേഷൻ. അടുത്ത ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഈ പറയട്ടെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ടേൺ ഓവർ അതിനകത്ത് വരാൻ പറ്റില്ല, അത് പോട്ട്. ഈ റേഷ്യോകളെല്ലാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്, അതായത് സെയിൽസിൻ്റെ എത്ര ശതമാനം ലാഭം ഉണ്ടാക്കും. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്, അതായത് ആ ബിസിനസ് എത്ര ലാഭം ഉണ്ടാക്കി. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്ക് മുതലിന്മേൽ എത്ര ലാഭം കിട്ടി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയിന്മേൽ എത്ര ലാഭമുണ്ട്, അതും ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. എങ്കിലും ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ.
നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇതല്ല ഇത് പറഞ്ഞു വന്നത് പലതും അന്ന് ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുമാണ്. അപ്പോൾ ഓവറാൾ അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സുനായ്ക്ക് പറയുന്ന പേര് റോയി എന്നാണ്. ഇതെല്ലാം എന്ത് റേഷ്യോ ആണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണ് ഈ റോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണെങ്കിലും ഓവറാൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. കേട്ടോ? ഇതെല്ലാം പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഇതെല്ലാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണെങ്കിലും ഓവറാൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അടുത്ത അൺകാൾഡ് ക്യാപിറ്റൽ മീൻസ് ഡാഷ് ക്യാപിറ്റൽ. ഈ അൺകാൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ഷെയർ വിൽക്കുന്നു, ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, അപ്പോൾ അതിനൊരു വില കാണും. ആ വിലയിൽ ആദ്യം നമ്മൾ കുറച്ച് പണം കളക്ട് ചെയ്യും, അതിന് ആപ്ലിക്കേഷൻ മണി എന്ന് പറയും. ഇപ്പോൾ 10 രൂപ ഷെയർ നമ്മൾ വിറ്റു, 10 രൂപയിൽ 2 രൂപ ആപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ പറഞ്ഞൊരു 3 രൂപ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ 3 രൂപ തന്നെ, ഇനി 5 രൂപയുണ്ട്. ആ 5 രൂപയിൽ 2 രൂപ ഫസ്റ്റ് കാൾ വിളിക്കുന്നു, ബാക്കി 3 രൂപ സെക്കൻഡ് കാൾ വിളിക്കുന്നു, അപ്പോൾ 10 രൂപയായി. അപ്പോൾ ഇതെല്ലാം വിളിച്ചല്ലോ. എന്നാൽ നമ്മൾ ഈ കമ്പനി ഇഷ്യൂ ചെയ്ത 100 ഷെയറുകളാണ്. അതിൽ 20 ഷെയറുകളുടെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള 2 കാളുകളുണ്ടല്ലോ, 20 ഷെയറുകളുടെ സെക്കൻഡ് കാളും അല്ല ഫസ്റ്റ് കാളും സെക്കൻഡ് കാളും വിളിക്കുന്നില്ല. 20 ഷെയറുകളുടെ 5 രൂപ വീതം വിളിക്കുന്നില്ല. ഇത് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കമ്പനി എന്തെങ്കിലും അടച്ചുപൂട്ടുമ്പോൾ മാത്രമേ വിളിക്കൂ. അപ്പോൾ അത് തിരിച്ചും പറയാം, കമ്പനി അടച്ചുപൂട്ടുന്ന കാലത്ത് മാത്രം വിളിക്കാനായി വച്ചിരിക്കുന്ന കുറച്ച് ക്യാപിറ്റൽ, അതല്ലെങ്കിൽ കമ്പനി അടച്ചുപൂട്ടുമ്പോഴല്ലാതെ, കമ്പനി എപ്പോഴെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴല്ലാതെ നമ്മൾ കാൾ ചെയ്യാത്ത ക്യാപിറ്റൽ, അതാണ് അതിന് പറയുന്ന പേര് റിസർവ് ക്യാപിറ്റൽ എന്നാണ്. എന്നാ പറയും? റിസർവ് ക്യാപിറ്റൽ. ഇത് നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം. എന്താണ് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? ഏതോ കൊച്ചുങ്ങളെ, ഒരു കമ്പനിക്ക് 1000 ഷെയറുകളുണ്ട്. ഇത് 1000 10 രൂപ ഷെയറുകളുണ്ട്. ഇത് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ 700 ഷെയറുകൾ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. ഇതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതിൽ 600 ഷെയറുകൾ പബ്ലിക്ക് വാങ്ങി 10 രൂപ വീതം വെച്ച്. ഇതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആളുകൾ ഷെയർ വാങ്ങി എന്ന് പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഇതിനെന്താ മക്കളെ പറഞ്ഞ ആദ്യം പറഞ്ഞത്? 1000 ഷെയർ, 10 രൂപ വിലയുള്ള 1000 ഷെയറുകൾ കമ്പനിക്കുണ്ട്, അത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ 700 എണ്ണം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു, അത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതിൽ 600 എണ്ണം പബ്ലിക്ക് വാങ്ങി, ബാക്കി വാങ്ങിയില്ല, അത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ തുകയാണ് നമ്മൾ തവണകളായിട്ട് ഇങ്ങനെ വാങ്ങുന്നത്. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം തുക നമ്മൾ കമ്പനി അടച്ചുപൂട്ടുമ്പോൾ മാത്രം വാങ്ങാനായി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കാൾ ചെയ്യില്ല. താൻ നോക്കി, അൺകാൾഡ് ക്യാപിറ്റൽ, അൺകാൾഡ് പോർഷൻ ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. 2-3 തരത്തിൽ പറയാം അതിന്. That portion of the subscribed capital which is not to be called up except in the case of winding up, ഒന്ന്. അല്ലെങ്കിൽ that portion of the subscribed capital which is to be called up only in the event of winding up, അല്ലെങ്കിൽ the uncalled portion of subscribed capital to be maintained for calling only at the time of winding up. എല്ലാം ശരി തന്നെ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രം കാൾ ചെയ്യാനായി വെച്ചിരിക്കുക, അത് വിളിക്കില്ല, ആ പൈസ ചോദിക്കത്തില്ല. അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴല്ലാതെ വിളിക്കില്ല, ആ സമയത്തേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് അല്ലാതെ വിളിക്കില്ല. ഇതിനെയാണ്
എന്താ പേര് പറയും? ക്യാപിറ്റൽ റിസർവ് ആണോ റിസർവ് ക്യാപിറ്റലാണോ? റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ. എന്താണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ദാറ്റ് പാർട്ട് ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ which is to be called up only in the event of winding up. അല്ലെങ്കിൽ that part of the subscribed capital which is not to be called up except in the case of winding up. That capital is called as റിസർവ് ക്യാപിറ്റൽ. അതിന് റിസർവ് ക്യാപിറ്റൽ എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ ആളുകൾ വാങ്ങിയ ഷെയറിൻ്റെ ഒരു ഭാഗം തുക കമ്പനി കാൾ ചെയ്യാതെ അവിടെ ഇട്ടിരിക്കും. അത് എപ്പോഴും കാൾ ചെയ്യാൻ, കമ്പനി എപ്പോഴെങ്കിലും അടച്ചു പൂട്ടുന്ന സമയത്ത് കാൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കും. അപ്പോഴേ അവരെ ഇങ്ങനെ പൈസ വാങ്ങുള്ളൂ. അങ്ങനെ വെച്ചിരിക്കുന്ന എമൗണ്ടിനാണ്, ആ അൺകാൾഡ് പോർഷനെയാണ്. ഏതിൻ്റെ അൺകാൾഡ് പോർഷൻ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ അൺകാൾഡായി മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് റിസർവ് ക്യാപിറ്റൽ. ഈ അൺകാൾഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിളിക്കില്ല എന്നല്ല, കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ വിളിക്കണം, അല്ലാതെ ഒരിക്കലും വിളിക്കില്ല. വിളിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോഴാണല്ലോ അവർ പൈസ തരുന്നത്, നമ്മൾ ആവശ്യപ്പെടില്ല. കമ്പനി അതിൻ്റെ പണം അടയ്ക്കാൻ ഡിമാൻഡ് ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. ആ പറഞ്ഞ പിടി കിട്ടിയ? മനസ്സിലായി. ശരി, അടുത്തത് നോക്കി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ഇതൊക്കെ നമ്മൾ അവസാന ദിവസം പറഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ രണ്ട് തരത്തിലാവാം. ഗ്രോസ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം, നെറ്റ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഓർമ്മയുണ്ടാവുമോ? ഇല്ല. ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാണെങ്കിൽ എന്ത് കൂട്ടി എന്ത് കുറയ്ക്കണം? ഓ, എൻ്റെ ഉള്ളങ്ങ് തണുത്ത് കേട്ടാ. നന്ദി. ശരിയാണ്, കറക്റ്റാണ്. ഇങ്ങനെ ഉത്തരം കേട്ടിട്ട് കുറേ നാളായതുകൊണ്ടുള്ള ഒരു നിർവൃതിയാണ്. പോട്ടെ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കണം. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ആണെങ്കിലോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൽ നോക്കിയ ഉത്തരം ഏതാണെന്ന്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപോയി ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കുറയ്ക്കണം. ശരിയാണോ? ഒരു പരിധിവരെ അത് ശരിയാണ്. ബാക്കിയൊന്നും ഇല്ലെങ്കിൽ ഇതാണ് ശരി. അടുത്ത് നോക്ക്. ഡിഡക്റ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫ്രം ഗ്രോസ് അവർ കേൾക്കുമ്പോഴേ തെറ്റാണെന്നറിയാം. കാരണം ഈ നോൺ ഓപ്പറേറ്റിംഗും ഗ്രോസ് പ്രോഫിറ്റുമായി ബന്ധമില്ല, അതിന് നെറ്റ് പ്രോഫിറ്റുമായിട്ടാണ് ബന്ധം, അല്ലേ? അടുത്ത് നോക്ക്. ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. നോക്കി, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അങ്ങനെ ഇടപാടില്ല. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം കൂട്ടുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറയ്ക്കുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അപ്പോൾ ഇത് വരില്ല. അടുത്ത് നോക്കി. ആഡിങ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഇടപാടില്ല. നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശരി ഉത്തരം ആദ്യം പറഞ്ഞതല്ലേ മക്കളെ? ശരി, ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അടുത്തത് ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ആരോ ഇരുന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ അതിന് മറുപടി പറഞ്ഞു തരികയും ചെയ്തു. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാശായി കൊടുക്കുന്നത്. ചില കോസ്റ്റുകളൊക്കെ നമ്മൾ കാശായി കൊടുക്കുന്നതല്ല. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന എക്സാമ്പിൾ സഹിതം ഓർമ്മയുണ്ടാവൂ? എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ടു അതേഴ്സ് ഇൻ ക്യാഷ്. മറ്റുള്ളവർക്ക് കാശായി കൊടുക്കുന്നതാണ് ഇത്. ദ കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കോസ്റ്റ്. അപ്പോൾ സാലറി, വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ? അല്ലേടേ? പക്ഷേ നമ്മളിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഡിപ്രിസിയേഷൻ ഒരു കോസ്റ്റാണ്, ഡിപ്രിസിയേഷൻ ഒരു ചെലവാണ്. പക്ഷേ ആ ചെലവ് നമ്മൾ ആർക്കെങ്കിലും പണമായി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, അങ്ങനെയുള്ള പലതും ഉണ്ട്. മുതലാളിയുടെ സ്വന്തം കട, മുതലാളിയുടെ സ്വന്തം പണം, ആ മുതലാളിയുടെ സ്വന്തം പണത്തിന് നമ്മൾ പലിശ കൊടുക്കുന്നില്ല, മുതലാളിയുടെ സ്വന്തം കടയ്ക്ക് നമ്മൾ വാടക കൊടുക്കുന്നില്ല. ഇല്ലൂടെ?
അത് ക്യാഷായിട്ട് കൊടുക്കാത്ത ചിലവുകളുണ്ട് ചിലതൊക്കെ. അങ്ങനെയുള്ള ചിലവുകളെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുക. അവിടെ അപ്പോൾ എക്സ്പ്ലിസിറ്റ് അല്ല ഇംപ്ലിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഇംപ്ലിസിറ്റ് ഏതെന്നല്ലേ ചോദിക്കുക. അപ്പോൾ ഇംപ്ലിസിറ്റ് ഏതാ? സാലറി എക്സ്പ്ലിസിറ്റ് ആണ്, വേജസ് എക്സ്പ്ലിസിറ്റ് ആണ്, ഇൻട്രസ്റ്റ് പെയ്ഡ് എക്സ്പ്ലിസിറ്റ് ആണ്, പണമായി കൊടുക്കാത്തത് ഡിപ്രിസിയേഷൻ ആണ്. ഇതാണ് ഇംപ്ലിസിറ്റ് ആണോ? അതെ. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കുകയും ചെയ്തു, ഞാൻ പറയുകയും ചെയ്തു. അടുത്തത്, അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ചിലവാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ചിലത് ചിലവുകളാണ്, പക്ഷെ നമ്മൾ പണമായി ആർക്കും കൊടുക്കുന്നില്ല, അതൊരു പേയ്മെൻറ്റ് നടത്തുന്ന അതല്ല. അങ്ങനെയുള്ള കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയടുത്ത്, വെൻ ഡ്രോയിങ് എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ദി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന പാസ്ബുക്കാണ് കേട്ടോ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പാസ്ബുക്കാണ്. അപ്പോൾ പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് എന്നല്ലേടേ? അങ്ങനെയാണെങ്കിൽ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയല്ലേ വരണ്ടേ? CPC എന്നല്ലേ വരണ്ടേ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെബിറ്റ് ബാലൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്, ഇങ്ങനെയാണ് വരണ്ടേ. പ്ലസ് മൈനസ് അല്ല, മൈനസ് പ്ലസ് എന്നാണ്. ഇനി കൊടുത്തിരിക്കുന്ന കാര്യം എളുപ്പമാണ്. ദ അൺപ്രസൻറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് കൊണ്ടുവന്ന് മാറിയില്ല. അപ്പോൾ C കുറയുമ്പോൾ PC എന്ന് വായിക്കും. PC എന്താ വേണം? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഉത്തരം, വേറെ കാര്യമില്ല അതിനകത്ത്. അടുത്ത പറ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പർച്ചേസ്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയണം. ഇപ്പോൾ എനിക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പർച്ചേസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല എന്താ പറഞ്ഞ്? പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നല്ലേ? ശരി, പോട്ടെ. ഇതിൽ ഫിഗർ ഇല്ലാത്തൊക്കെ കളഞ്ഞാൽ മതി. നിങ്ങൾ തന്നെ പറ. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? ഓപ്പണിംഗ് സ്റ്റോക്ക് 58,000 പ്ലസ് പർച്ചേസ് ഉണ്ടോ? പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവിടെ കിടക്കട്ടെ. പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ അത് വലിയ ഇല്ലാന്നേ ഉള്ളൂ. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്, 60,000. ക്ലോസിംഗ് സ്റ്റോക്കായി ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര? 8,07,000. പറഞ്ഞേ. അപ്പോൾ പർച്ചേസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണമെന്ന് പറ. ഇതാദ്യം സോൾവ് ചെയ്യുക. 58,000 നിന്ന് 60,000 പോയാൽ ബാക്കി എത്രേ? -2,000. അപ്പോൾ -2,000 പ്ലസ് P എന്നല്ലേ? പ്ലസ് പർച്ചേസ് സമയം 8,07,000. അപ്പോൾ ഈ P ഇവിടെ ഇട്ടിട്ട് -2,000 എടുത്ത് അപ്പുറത്തുണ്ടോ? തീർന്നു. അപ്പോൾ ഇവിടെ ഉത്തരം ഉണ്ടല്ലോ. ഉണ്ടാ? ഇതൊക്കെ വളരെ എളുപ്പം നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ഇഫ് കൺസൈനി ഈസ് ഡെൽക്കറയുടെ ഏജൻറ്റ്, കൺസൈനി ഒരു ഡെൽക്കറയുടെ ഏജൻ്റാണ് എന്ന് പറഞ്ഞാൽ ഇല്ല കമ്മീഷൻ കിട്ടുന്ന ആൾ. ഏത് കമ്മീഷൻ? ഡെൽക്കറയുടെ കമ്മീഷൻ കിട്ടുന്ന ആളിനെയാണ് ഡെൽക്കറയുടെ ഏജന്റ് എന്ന് പറയുന്നത്. ആ കമ്മീഷൻ എന്തിനാ കൊടുക്കുന്നത്? ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ സഹിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ? അപ്പോൾ ഈ കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ബാഡ് ഡെറ്റ് ആര് സഹിക്കണം? കൺസൈനി സഹിക്കണം. ഈ ഡെൽക്കറയുടെ കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ബാഡ് ഡെറ്റ് കൺസൈനി സഹിക്കണം. ഡെൽക്കറയുടെ കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ബാഡ് ഡെറ്റ് കൺസൈനി സഹിക്കണം എന്നുള്ളതാണ്. ഉറപ്പാണേ. അപ്പോൾ
ബാഡ് ഡെറ്റ് കൺസൈന് തന്നെ സഹിക്കണ്ടേ? വേണം. അപ്പോൾ ആ ബാഡ് ഡെറ്റിന് അയാൾ എന്ത് എൻട്രി എഴുതുമെന്നുള്ളതാണ്. ബാഡ് ഡെറ്റിന് അയാൾ എൻട്രി എഴുതുന്നത് ഇങ്ങനെയാണ്, നോക്കണം. ഈഫ് കൺസൈനി ഈസ് എ ഡെൽക്രഡർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽക്രഡർ ഏജൻറ്റ് അല്ല, ഡെൽക്രഡർ കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ കൺസൈനി വിൽ ഡെബിറ്റ് ദ ബാഡ് ഡെറ്റ് എമൗണ്ട് ടു ഡാഷ് അക്കൗണ്ട്. കൺസൈനി ഈ ബാഡ് ഡെറ്റ് എമൗണ്ട് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എൻട്രി ചെയ്താൽ കൺസൈനിക്ക് കിട്ടുന്ന ഒരു വരവേതാ? ഇൻകം. കമ്മീഷൻ. അങ്ങനെ ഓ, എന്നെ വീണ്ടും നിങ്ങൾ ഞെട്ടിച്ചു. കൺസൈനിക്ക് കിട്ടുന്ന എമൗണ്ട് കമ്മീഷനാണ്, അതിൽ കുറച്ച് കളയും. അപ്പോൾ എൻട്രി എന്താണെന്ന് അറിയാമോ? കമ്മീഷൻ അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ്. അപ്പോൾ ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് അക്കൗണ്ടിൽ? ഈഫ് കൺസൈനി ഈസ് എ ഡെൽക്രഡർ ഏജൻറ്റ് ദ കൺസൈനി വിൽ ഡെബിറ്റ് ദ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, കമ്മീഷൻ ഉണ്ട്. ഇതാണ് ശരി. അപ്പോൾ അതിൻ്റെ എൻട്രി തന്നെ ഇതാണ്. എന്താ പറയും? കമ്മീഷൻ അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ്. കമ്മീഷൻ അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ്. കമ്മീഷൻ അയാളുടെ ഇൻകമാണ്. ബാഡ് ഡെറ്റ് അയാൾ തന്നെ സഹിക്കണം വരികയാണെങ്കിൽ ആ കമ്മീഷനിൽ നിന്ന് അയാൾ കുറച്ച് കളയണം. കമ്മീഷൻ അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ് എന്നാണ് അതിൻ്റെ എൻട്രി. ശരി, ആ ഒരെണ്ണം അത് പ്രത്യേകിച്ച് അതുപോലെ എടുത്ത് പഠിപ്പിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. ശരി, ഇത് പറഞ്ഞു പിടികിട്ടിയപ്പോൾ മനസ്സിലായി. അടുത്തത് ബാക്കി എല്ലാം തന്നെ പറഞ്ഞതാണ്. അണ്ടർ വിച്ച് സർക്കംസ്റ്റൻസ് ദ ഡ്രോയർ ആൻഡ് പേയി വിൽ ബി ദ സെയിം പേഴ്സൺ. ഏത് സാഹചര്യത്തിലാണ് ഡ്രോയറും പേയിയും ഒരാളാവുന്നത്? ഡ്രോയറും പേയി എന്നല്ലേ പറഞ്ഞ്? ഡ്രോയർ ആൻഡ് പേയി വിൽ ബി ദ സെയിം പേഴ്സൺ. അതായത് ഒരു ബില്ല് നമ്മൾ എഴുതുമ്പോൾ ആ ബില്ല് എഴുതുന്നയാളാണ് ഡ്രോയർ. പിന്നെ ആരുടെ പേരിലാണോ എഴുതുന്നത് അയാളാണ് ഡ്രോയി. ഇതിൻ്റെ പണം ആർക്ക് കിട്ടുമോ അയാളാണ് പേയി. ഇപ്പോൾ എൻ്റെ നിന്ന് നിങ്ങൾ 5000 രൂപയുടെ സാധനം മേടിച്ചു, നിങ്ങളാണ് കടം മേടിച്ചത്, പൈസ തന്നില്ല, 3 മാസം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബില്ല് ഞാൻ എഴുതി, ഞാൻ ഡ്രോയർ, ഞാനാണ് ഡ്രോയർ, ഞാൻ ബില്ല് എഴുതി, നിങ്ങളുടെ പേരിലാണ് എഴുതി. അപ്പം നിങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് തന്നു, ബില്ല് എൻ്റെ കയ്യിലാണേ. കേൾക്കുന്നുണ്ടോ? ആണ്. നിങ്ങൾ ഡ്രോയി, ഞാൻ ഡ്രോയർ. ഈ ബില്ല് എനിക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ എൻ്റെ കൈ വെച്ചേക്കാം, അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ കളക്ഷൻ അയക്കാം, അല്ലേ? അതെ സർ. ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പണം എനിക്ക് തന്നെ കിട്ടില്ലേ? കിട്ടും. കിട്ടും. അപ്പോൾ ഈ പണം കിട്ടുന്നയാളല്ലേ മക്കളെ പേയി. അതെ. ഡ്രോയർ ഞാൻ എഴുതിയതുകൊണ്ട് ഡ്രോയർ ഞാനല്ലേ. അതെ. അപ്പോൾ ഒരാൾ തന്നെ ഡ്രോയറും പേയിയും ആകുന്നത് ഏത് സാഹചര്യത്തിലാണ്? അത് ഡേറ്റ് വരെ കയ്യിൽ വെക്കുമ്പോൾ. ബില്ല് അയാൾ തന്നെ ഡ്യൂ ഡേറ്റ് വരെ റീറ്റെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കിയേ, ഇവിടെ പറയുന്നത് അണ്ടർ വിച്ച് സർക്കംസ്റ്റാൻസസ് ഡ്രോയർ ആൻഡ് പേയി വിൽ ബി ദ സെയിം പേഴ്സൺ. ഡ്രോയറും പേയും ഒരാളാകുന്നത് ഇതിൽ ഏത് സാഹചര്യത്തിലാണെന്നാണ്. വെൻ ദ ഡ്രോയർ എൻഡോഴ്സസ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ. ഡ്രോയർ ബില്ല് കൊണ്ടിരുന്ന് വേറൊരു ക്രെഡിറ്റർ കൊടുക്കുമ്പോൾ ശുദ്ധ തെറ്റ്. അടുത്ത് വെൻ ദ ഡ്രോയർ ഡിസ്കൗണ്ട്സ് ദ ബിൽ. ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് വേറെ പോയി, അപ്പോഴയാൾ പേയി അല്ല. വെൻ ദ ഡ്രോയർ റീറ്റെയിൻസ് ദ ബിൽ ടിൽ മെച്യൂരിറ്റി. ഇതല്ലേ ശരി? അതെ. ബില്ല് മെച്യൂരിറ്റി വരെ അയാൾ കൈവശം വെച്ചിരുന്നാൽ അയാൾ തന്നെ ഡ്രോയർ അയാളാണ്, പേയും അതായത് പൈസ അയാൾക്ക് തന്നെ കിട്ടും. മെച്യൂരിറ്റി ഡേറ്റ് വരെ കയ്യിൽ വെച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഈ പേയി ഡ്രോയി പണം കൊണ്ടുവന്ന് അയാൾക്ക് തന്നെ കൊടുക്കും. അപ്പോൾ ഡ്രോയറും അയാളാണ്, പേയും അയാളാകണമെങ്കിൽ ഇങ്ങനെയാണ് വെൻ ദ ഡ്രോയർ റീറ്റെയിൻസ് ദ ബിൽ ടിൽ ദ മെച്യൂരിറ്റി. ശരിയല്ലേ? അതെ. ഓക്കെ, അടുത്ത് നോക്കി. ആക്ഷൻ അയച്ചാലോ? കളക്ഷൻ അയച്ചാൽ ബില്ല് വേറെ ബാങ്ക് പോയില്ലേടാ. നമുക്ക് പേയ്മെന്റ് കിട്ടുമല്ലോ. അത് ബാങ്കിലല്ലേ കിട്ടുന്നത്, പേയ് അവരല്ലേ. ബാങ്കോ? അങ്ങനെ. ഓക്കെ. പണം ആർക്ക് കിട്ടുന്നു അവരല്ലേ പേയ്. നമ്മൾ കളക്ഷൻ അയച്ചു കഴിഞ്ഞാൽ പണം ആർക്കാ മക്കളെ കിട്ടുന്നേ? ബാങ്കിനെ. അപ്പോൾ ഡ്രോയറും പേയും രണ്ടായില്ലേ. ഡിസ്കൗണ്ട് ചെയ്താലും പണം ബാങ്കിന് കിട്ടും, അവിടെയും രണ്ടായില്ലേ. എൻഡോഴ്സ് ചെയ്താലും പണം വേറൊരുത്തിന് കിട്ടും, അവിടെയും രണ്ടായില്ലേ. അപ്പോൾ രണ്ടും ഒന്നാകണമെന്നുണ്ടെങ്കിൽ എന്താ വേണം? ഡ്രോയറും പേയി ഒരാളാകണമെങ്കിൽ ബില്ല് ആർക്കും കൊടുക്കാതെ, ഡിസ്കൗണ്ട് ചെയ്യാതെ, കളക്ഷൻ അയക്കാതെ, ഡ്യൂ ഡേറ്റ് വരെ അവൻ്റെ കയ്യിൽ വെച്ചിരുന്നാലല്ലേ അതിനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്തത്
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നു, നിങ്ങളറിയാം. നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ കേട്ടോളൂ, ഡയറക്റ്റ് ലേബർ അല്ല, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ എന്തോ കിട്ടും? പ്രൈം കോസ്റ്റ്. മതി, പ്രൈം കോസ്റ്റ്. പണ്ടൊക്കെ തന്നെ സ്റ്റാൻഡിങ് കോസ്റ്റ് എന്നൊക്കെ പറയും. പോട്ട്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ്. അടുത്തത്, അതിൻ്റെ കൂടെ വർക്ക്സ് ഓവർഹെഡോടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡോടെ കൂട്ടുമ്പോൾ വർക്ക്സ് കോസ്റ്റ്. ഒന്നും മിണ്ടിക്കളാ, വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടിയാൽ വർക്ക്സ് കോസ്റ്റ് അല്ല, പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയാം, അത് കൂട്ടുമ്പോൾ കിട്ടുന്നത് വർക്ക്സ് കോസ്റ്റ് ആണോ? അതെ. വർക്ക്സ് കോസ്റ്റിനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡൂടെ കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അല്ല, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒന്നുകൂടെ പറഞ്ഞ്, അത്രയൊന്ന് പറഞ്ഞ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ കിട്ടുന്നത് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഏത് കൂട്ടണം? വർക്ക് ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് കൂട്ടണം. കൂട്ടുമ്പോൾ കിട്ടുന്നത് വർക്ക്സ് കോസ്റ്റ് അല്ലേ? അതിന് വർക്ക്സ് കോസ്റ്റ് എന്നോ ഫാക്ടറി കോസ്റ്റ് എന്നൊക്കെ പറയും. വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. കേട്ടോടെ? അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽ. കേട്ടാ? അതിൻ്റെ കൂടെ പ്രോഫിറ്റൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് സെയിൽസ്. അപ്പോൾ ഒന്ന് പറഞ്ഞു ഇനി. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക് ഓവർഹെഡ്, ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെയിൽസ് ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് സെയിൽ. കോസ്റ്റ് ഓഫ് സെയിൽ പ്ലസ് പ്രോഫിറ്റ് സെയിൽസ്. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ മക്കളെ? അത് ഇതിലേതാണ്? കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരുന്നത്. വർക്ക്സ് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നതാണ് ഓഫീസ് ഓവർഹെഡ്. അപ്പോൾ ഇതല്ലേ ശരി? അതെ. വർക്ക്സ് കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരി. അടുത്ത, ദ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ. ഒരു മാതൃകാപരമായ ലിക്വിഡിറ്റി റേഷ്യോ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മാതൃകാപരമായ ലിക്വിഡിറ്റി റേഷ്യോ ഏതാണ്? മാതൃകാപരമായ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇതേ സ്ക്രീനിൽ ഇതേ സ്ഥലത്ത് എഴുതി ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം കാണിച്ച അല്ലയോ? ലിക്വിഡിറ്റി റേഷ്യോ 1:1, കറണ്ട് റേഷ്യോ 2:1. ശരി, അടുത്ത താങ്ക് യു. അതറിയാലോ. ഇപ്പം നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്ത വേറെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പറഞ്ഞെല്ലാം നിങ്ങൾക്ക് മനസ്സിലായ? ഇത് നേരത്തെയും മനസ്സിലായെന്ന് പറഞ്ഞാണ്. ഇനി പറയുന്നതും അതുപോലെ തന്നെയാണ്. പലതും നിങ്ങളോട് പറയുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളതാണ്, നിങ്ങൾ പഠിച്ചോ എന്ന് പറയാൻ നിങ്ങളത് വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ 20 നമ്മളെ കയ്യിലിരിക്കുമായിരുന്നു. ഒരു 18 എണ്ണമെങ്കിലും ഇരിക്കും, അല്ല 25 എണ്ണമല്ലേ, അതിലൊരു 23 എണ്ണമെങ്കിലും നമ്മളെ കയ്യിലിരിക്കും, ഉറപ്പ്. ശരി, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. സമയമായില്ലായിരുന്നല്ലോ.